കോമഡി സീരിയസ് എല്ലാ തരത്തിലും സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടറിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. സുരാജിന് ഭാവങ്ങൾ മാറുന്ന ഒരു രക്ഷയില്ല. കാര്യം പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല പടം, സൂപ്പർ പടം, നല്ല പടം. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമാണ്, അടിപൊളി സാധനം. പടം സെറ്റാ, നല്ല പടം, നല്ല പടം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പം മറ്റൊരു ആഘോഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വനിതാ തിയേറ്ററിലാണ്. ഇന്ന് ക്രിസ്മസ് റിലീസുകൾ പലതും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാണാൻ പോകുന്ന സിനിമ സുരാജേട്ടൻ അഭിനയിച്ച ഈടി എന്ന സിനിമയാണ്. നമുക്ക് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം, ഒപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം എടുക്കാം. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതായിരുന്നു പെർഫോമൻസ്, അടിപൊളി, ഡിഫറെൻ്റ് ആണ്. ക്യാരക്ടർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എൻജോയ് ചെയ്തു. കോമഡി പടമാണ്, നല്ല പടമാണ്, കിടിലമായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ്. കോമഡിയായിട്ട് വർക്കായിട്ടുണ്ട്. ശരിക്കേണ്ട ആൾക്കാർ ഫാമിലി മാച്ചിലാണ്. ഗംഭീരമായിട്ട്, ഗംഭീരം, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ആ ഇരിക്കുന്ന 2.5 മണിക്കൂറും ഗംഭീരമാക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഫിലിം നല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഫിലിമാണ്. അതായത് നല്ലൊരു ഫിലിമാണ്. സുരാജിൻ്റെ ഒരു നല്ല പടം, കോമഡി റോള് ചേരുകയാണ്. അതായത് ഒരു സീൻ പോലും ബോറടി ഇല്ലാതെ നമുക്കിങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ ഒരു ചില സീൻ കോമഡി തന്നെ, ഇത് ഡാർക്ക് ഹ്യൂമറാണ്. എല്ലാ കോമഡിയും അത്യാവശ്യം നല്ലൊരു വർക്കായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു സീൻ സുരാജിന് ഭാവങ്ങൾ മാറുന്ന ഒരു രക്ഷയില്ല. കാര്യം നമ്മൾ നമ്മളെല്ലാം ഞെട്ടിപ്പോയി, അയ്യോ ഇങ്ങനെയാണോ. നൈസ് പടം, രക്ഷയില്ല സിനിമ. ഈടി നല്ലതായിട്ട് തോന്നിയിരുന്നു പടം. സുരാജേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പാണ്. സുരാജേട്ടൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കോമഡിയും പിന്നീട് സീരിയസും ആയിട്ട് മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനകത്തൊരു കോമഡി സീരിയസ് എല്ലാ തരത്തിലും സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടറിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ സുധീരേട്ടൻ്റെ എടുത്ത് പറയണം. സുധീരേട്ടനും ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ വ്യത്യസ്തമായൊരു പ്രമേയമാണ്, ഒരു ഡാർക്ക് ഒരു മോഡിലാണ് പടം പോകുന്നത്. പിന്നെ അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, സ്നേഹം കിട്ടിയാലല്ലേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ സ്നേഹമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടൻറ്റായിട്ട് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പടത്തിന് ഓൾ ദി ബെസ്റ്റ്. പടം എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഫാമിലിക്കൊക്കെ വർക്കൗട്ട് ആവുന്ന രീതിയിൽ കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്. അങ്ങനെ ഒരു കോംബോ പാക്കേജായിട്ടാണ് ഈ പടം കൊണ്ടുപോകുന്നത്. പടം എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയിൽ സുരാജൻ്റെ എക്സ്ട്രാ പെർഫോമൻസ് ഉഷാറാണ്, അടിപൊളിയാണ്. ഒരു ഫാമിലി കയ്യടിയും ചിരിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പറഞ്ഞ പോലെ അതെ, അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയ്യടിയും ചിരിയും. അത് കുറേ നാൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മുഴുനീള കോമഡി ഇല്ലെങ്കിൽ ചിരിക്കുന്നത്, കയ്യടിക്കുന്നതൊക്കെ കാണാനായിട്ട്. അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് സംഭവിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. കാണാത്തവർ ഈടി തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എടുത്തോ? ഓക്കെ, താങ്ക് യു. കാണണം, എല്ലാ പടവും കാണും. താങ്ക് യു. ബെസ്റ്റ് പെർഫോമൻസ് പടം, കോമഡി ഫാമിലി, ഗംഭീരം, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല പടം, രണ്ടുമാണ്. അപ്പോൾ എന്തായാലും ഫാമിലിക്ക് കയറാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫാമിലി എന്തായാലും കാണണം, നല്ല പടമാണ്. കോമഡി ഉണ്ട്, നല്ല പടം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡിയോപ്പിടമ്മയാണ്. സൂപ്പർ പടം, നല്ല പടം. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമാണ്, അടിപൊളി സാധനം. പടം സെറ്റാ, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. സൂപ്പർ പടം, അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ന്യൂ ഇയർ ക്രിസ്മസ് അടിപൊളി, സൂപ്പറാവണം. അത് സൂപ്പർ, അടിപൊളിച്ച് ഫാമിലി പടമാണ്, നല്ല പടം, കുഴപ്പമില്ല. പടം കൊള്ളാം, പടം നൈസാണ്, ഒരു എൻ്റർടൈനറാണ്. കോമഡി പടം ഇതിന് മുകളിൽ ഒരു എൻ്റർടൈനർ സാധനം, ഫാമിലി എൻ്റർടൈനർ, അങ്ങനത്തെ സംഭവം പടമാണ്. പിന്നെ സുരാജിൻ്റെ കൈ ബെസ്റ്റ് പെർഫോമൻസാണ്.
പുള്ളിയുടെ ഒരുപാട് പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു നല്ലൊരു ക്രിസ്മസ് തൂക്കമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരാജേട്ടൻ വ്യത്യസ്തമായ കഥാപാത്രമാണ്. പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പുള്ളി മാത്രമല്ല, ഇതിനകത്ത് എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്കിത് മേനോൻ, പുള്ളിയുടെ സംഭവങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പടം കിട്ടി. അതായത് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ സുരാജിൻ്റെ ഇപ്പോൾ സുരാജ് ആദ്യം കോമഡി റോളായിരുന്നു, പിന്നെ വന്ന് സീരിയസ് റോളായി, പിന്നെ ഇപ്പോഴത്തെ ഹാപ്പി, വളരെ ഹാപ്പി അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നല്ല, ഞാൻ എന്താ പറയുക, ഈ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ടപ്പോഴും ഔട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്ന വിചാരിച്ചല്ല, അടിപൊളിയായിട്ടുണ്ട്. കേട്ടില്ല. രണ്ടും എക്സ്ട്രാ ഡീസൻ്റ് ആണ്, എക്സ്ട്രാ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതൊന്ന് എക്സ്ട്രാ സൂപ്പർ ഹിറ്റ് ആക്കി തരാം. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും, വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെല്ലാം അടിപൊളിയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷം. പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എല്ലാം പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സുരാജ് ചേട്ടൻ പിന്നെ കുറച്ച് എന്താ പറയുക, ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് എല്ലാ സീനിലും പുള്ളി നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും എനിക്കൊന്ന് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്റ്റോറി സെയിം തന്നെ, പക്ഷെ ഓരോ സീനും എപ്പോഴും ബെറ്റർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. അടിപൊളി. സെറ്റ് പൊളിച്ച് സൂപ്പർ പടമായിരുന്നു. നല്ലോണം എല്ലാവരും കാണാൻ പറ്റിയ സിനിമ, ഫാമിലി ഷോ, നല്ല രസമുണ്ടായിരുന്നു സിനിമ. താങ്ക് യു. സൂപ്പർ ഇഷ്ടമായി, ഇഷ്ടമായി, ഒക്കെ നല്ലതാണ് സിനിമ. സുരാജ് ചേട്ടൻ്റെ ഒരു അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യണം ആ നടനെ എന്ന് തോന്നിപ്പിക്കുന്ന വിധം അത്രയ്ക്ക് ഗംഭീരമായിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് ഈ ഒരു സിനിമ. എല്ലാവർക്കും അറിയാം, റിലീസിൽ മീൻസ് ട്രെയിലർ വന്നപ്പോൾ തന്നെ അറിയാം ഒരു സൈക്കോ ക്യാരക്ടറാണ്. ആ സൈക്കോ ക്യാരക്ടർ ശരിക്കും അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് തോന്നുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഫഹദിൻ്റെയൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം സുരാജേട്ടൻ്റെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണുന്നത്. ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും എന്നോട് ചോദിച്ചു കോമഡി ഉണ്ടോ, ചിരിച്ചോ. ഇത് സിറ്റുവേഷൻ കോമഡിയാണ്, കോമഡി സിനിമയല്ല. പക്ഷേ കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അതിലുപരി കുറേ കാര്യങ്ങൾ അതിനകത്ത് ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള ഓരോ അവസ്ഥകളിലൂടെയും ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഗംഭീരമായിരിക്കുന്ന, എനിക്കൊരു അഭിനയത്തെ മാത്രം മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പൊൻതൂവലും കൂടെ നമ്മൾ സുരാജേട്ടന് കൊടുക്കണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അത്ര രസമായിട്ടുണ്ട്. നല്ല 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 അഭിപ്രായമാണ്. എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ നമ്മുടെ ആൾക്കാർ മീഡിയയൊക്കെയാണ്, ഇനി വേറെ നമ്മൾ അല്ലാത്ത ജനറൽ ഓഡിയൻസിൻ്റെ കൂടെ കാണണം. പക്ഷേ നമ്മൾ അഭിനയിച്ച സമയത്ത് കാണുന്ന അല്ലാണ്ട് നമ്മൾ ആ പടം ഫുള്ളായിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ വിത്ത് മ്യൂസിക് എഡിറ്റിംഗ് എല്ലാം കാണുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാനും കാണുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ, ആ സമയത്ത് നമുക്ക് സുരാജ് ചേട്ടൻ ആ ഒരു ലുക്കിൽ വരുമ്പോൾ തന്നെ നമ്മൾ ലൊക്കേഷനിൽ വെച്ച് തന്നെ ഭയങ്കരമായിട്ട് അതിശയിച്ചായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ലുക്കിൽ പുള്ളിയെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പോൾ ഇപ്പോൾ നേരിട്ട് പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളിക്കാരൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ അത്ര സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിയെ പോലെ ഒരു ലെജൻഡറി ആക്ടറുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും മോശമാകാൻ പാടില്ല. അതിനുള്ളൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ അത് മോശമായിട്ടില്ല എന്ന് തോന്നുന്നു. ശിവാർത്തൻ സാറിന് എന്ത് പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അയക്കും, മെസ്സേജ് അയക്കാം. സാറൊക്കെ തിരക്കിലായിരിക്കുമല്ലോ. ഓക്കെ. പടം നല്ല ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ പടമാണ്. സുരാജേട്ടൻ തകർത്തിട്ടുണ്ട് പടത്തിൽ. അടിപൊളിയായിരുന്നു. വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് സുരാജേട്ടൻ. സൂപ്പറായിട്ടാണ് പടം. പ്രേക്ഷകർക്കൊക്കെ തിയേറ്ററിലുണ്ട്. പടം കൊള്ളാം. എല്ലാവരും ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളെ തന്നെ ടീമാണല്ലോ. അപ്പോൾ ഇനിയുള്ള തിയേറ്റർ ഷോകളിലാണ് നമുക്ക് ഫുൾ അറിയാൻ പറ്റും. എന്നാലും നല്ലൊരു വെറൈറ്റി ജോണർ പടമാണ്. കുറച്ച് ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. സൈക്കോ പടമാണ്. അതെ സൂപ്പർ. സുരാജേട്ടൻ പടം കൊണ്ടുപോയി. സുരാജേട്ടൻ്റെ പടം അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാത്തിരുന്നാണ് എക്സാം തീർന്നപ്പോൾ സമാധാനമായിട്ട് പോയിരുന്ന് കാണാൻ. അതൊക്കെയായിരുന്നു എൻ്റെ ഇത്. ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ഞങ്ങളുടെ പടം ഇറങ്ങി. എല്ലാവരും പോയി കാണാം. താങ്ക് യു. അങ്ങനെ പറയുകയാണെങ്കിൽ രാമ പോലെടാ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയാൻ പാടില്ല. എനിക്ക് ആ ഡയലോഗ് മര്യാദക്ക് അറിയാൻ പാടില്ല. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ. മോനൻ ചെയ്തോണ്ട് ഒരുപാട് സന്തോഷം. മഞ്ഞുമൽ ബോയ്സിന് ശേഷം വാഴയായിരുന്നു. വാഴ കഴിഞ്ഞിട്ട് ഇടി, ഇനി ബബ്ബ ദിലീപ് വേണ്ട സിനിമയില്ലേ. എന്താടാ പിന്നെ നല്ല പടം, ഒരുപാട് നല്ല ഇഷ്ടമായി. എല്ലാവരും വന്ന് കാണണം. നന്നായിട്ട് എൻജോയ് ചെയ്യല്ലേ അല്ലേ? കോമഡി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇത് വളരെ സങ്കീർണമായൊരു വിഷയം, വളരെ സങ്കീർണമായി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സംവിധായകന് നടന്നുള്ളവർക്ക് സുരാജ് വളരെ ചെറിയ ഭാവങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളും ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും തീവ്രവുമായൊരു കഥാപാത്രം നന്നായിട്ട് ചെയ്തു. കാരണം അങ്ങനെയാണല്ലോ. കാരണം സമൂഹത്തിൽ ചില അസംബന്ധ നിമിഷങ്ങൾ, ചില അസംബന്ധ കഥാപാത്രങ്ങളുണ്ടാകും. അതിൻ്റെ കാര്യവും കാരണവും നമുക്കും പിടികിട്ടില്ല അല്ലേ, അവർക്കും പറയാനൊക്കെ. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റായിരുന്നു. സംവിധായകനും കഥാകൃത്തും വളരെ മനോഹരമായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നടന്നതിലേക്ക് സുരാജിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ തോന്നുന്നത്. ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫിലെ സീനൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി അവസാന ഡ്രൈവിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. കൊള്ളാം, നല്ല കുഴപ്പമില്ല. പേര് പോലെ തന്നെ എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ള സിനിമയിൽ സുരാജേൻ്റെ എക്സ്ട്രാ പെർഫോമൻസ് ഉഷാറായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇത് ലാസ്റ്റ് വന്ന് ഈ സിനിമ നിൽക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടർ വൈസിൽ ഒരുപാട് പണിയെടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പണിയെടുത്ത റിസൾട്ട് സിനിമ എന്തായാലും ഓഡിയൻസ് രണ്ട് കയറ്റി സ്വീകരിക്കട്ടെ. ക്രിസ്മസ് ന്യൂ ഇയറും സുരാജേട്ടൻ്റെ സിനിമ രണ്ട് രീതിയിലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. ഓഡിയൻസിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പെർഫോമൻസ് ബേസിലും കുറച്ച് കോമഡി ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാം. പിന്നെ അതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയല്ലോ. അതിൽ നമ്മൾ കൂടുതൽ പറയാതിരുന്നിട്ട് ജനങ്ങളെ പറ്റിക്കണക്കാട്ടി നല്ലത് അവർ വന്ന് കണ്ട എക്സ്പീരിയൻസ് ആയിരിക്കും, കാണാതായിരിക്കണം ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ കൂടുതൽ അത് കാണാൻ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്രയും എക്സ്പെക്റ്റേഷൻ കൊടുക്കാതിരിക്കും ഏറ്റവും നല്ലത്. ജനങ്ങളാണല്ലോ, ഇവർ സിനിമ എടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയണതും ഒരു കൂട്ടം ഓഡിയൻസാണ് പറയേണ്ടത്. ശരിക്കും ഞാനൊരാൾ നല്ല പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മളത് ഒരു സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് ബേസിൽ സുരാജേട്ടനും ആ ടീമാണെങ്കിലും എൻ്റർടൈൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്.